ഹലോ എവ്രി വൺ, ഡോക്ടർ ഫോർ ഹാപ്പി കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ ഓരോരുത്തരും അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഉപകരണമാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കുന്ന പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കുന്ന ഒരു ഉപകരണമാണ് ഈ പൾസ് ഓക്സിമീറ്റർ. പലതരത്തിലുള്ള പൾസ് ഓക്സിമീറ്ററുകളുണ്ട്. നമ്മൾ സാധാരണ ICUകളിലൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ചാനൽ മോണിറ്ററുകളാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൾസ് ഓക്സിമീറ്ററാണിത്. സാധാരണ മാർക്കറ്റിൽ സർജിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഒരു 1000 രൂപ മുതൽ ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആണ്. കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ ദൈനംദിന ആരോഗ്യ പുരോഗതി നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഇതിൽ ഓക്സിജൻ്റെ അളവ്, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഈ ഉപകരണം വഴി മോണിറ്റർ ചെയ്തിട്ടാണ് എപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം. ഇതിലെ ഓക്സിജൻ്റെ അളവ് 94% താഴെയാവുകയാണെങ്കിൽ ആ രോഗിക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ ലഭ്യമാക്കണം. 94 താഴെയുള്ള ഒരു രോഗി വീട്ടിലിരിക്കുന്നത് എപ്പോഴും അപകടം വരുത്തും. ഈ ഒരു ഉപകരണത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ്റെ അളവ് നോക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ഒരു പൾസ് ഓക്സിമീറ്റർ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമ്മൾ കൈയിൻ്റെ വിരലിൽ വയ്ക്കുക. എപ്പോഴും നല്ലത് ഇടത് കൈയാണ്. നമ്മൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇടത് കൈയിൻ്റെ നടുവിരൽ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വലത് കൈയിലാകുമ്പോൾ സ്കിന്ന് കുറച്ച് തിക്കാവുന്നത് കൊണ്ട് തന്നെ അതിലെ മെഷർമെൻറ്റ് അത്ര കൃത്യമാവാൻ സാധ്യതയില്ല. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂസ് കാണും. 95 ഓക്സിജൻ്റെ അളവ്, 96 പൾസ്. പക്ഷേ ഈ വാല്യൂ നമ്മൾ ഉടനെ തന്നെ ആ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ താഴെ കാണുന്ന ഈ ഒരു വേവ്സ് കൃത്യമായിട്ടൊരു സോ ടൂത്ത് ഷേപ്പ്, അഥവാ നമ്മുടെ ഈർച്ചവാളിൻ്റെ പല്ല് പോലത്തെ ഒരു ഷേപ്പ്, ആ കൃത്യമായി ഷേപ്പ് വരുന്ന സമയത്തുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. ഇപ്പം മെഷീൻ റീഡിംഗ് ആണ്. പല പൾസ് ഓക്സിമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് സമയം വ്യത്യാസം ഉണ്ടാവും അത് റീഡ് ചെയ്യാനുള്ള. ഇപ്പോൾ ഇത് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. സാച്ചുറേഷൻ കാണിക്കുന്നുണ്ട്, പൾസ് കാണിക്കുന്നുണ്ട്. 64. പക്ഷേ വേവ് ഫോം കറക്റ്റ് അല്ല. വേവ് ഫോം കറക്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും കൈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൈ അനങ്ങാതിരിക്കാൻ നോക്കുക. അനങ്ങി കഴിഞ്ഞാലും അതിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ പൾസ് കാണിക്കുന്നുണ്ട്. ഈ PR BPM എന്ന് കാണിക്കുന്നതാണ് പൾസ് റേറ്റ്. BPM എന്ന് പറഞ്ഞാൽ ബീറ്റ്സ് പെർ മിനിറ്റ്. SpO2 എന്ന് കാണിക്കുന്ന മുകളിൽ കാണിക്കുന്നതാണ് ഓക്സിജൻ്റെ അളവ്. ഇപ്പോൾ വേവ് ഫോം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് കാണിക്കുന്ന പൾസാണ് 98, 99. അതിൽ ഓക്സിജൻ്റെ അളവ് 98%. അപ്പോൾ ഇത് ഒരു നോർമൽ അളവാണ്. പിന്നെ ഹാർട്ട് റേറ്റ് ഒരു മുതിർന്ന ആളിൽ 100ൻ്റെ മേലെ പോവുകയാണെങ്കിൽ അതും ഒരു ഡേഞ്ചർ സൈനാണ്. പക്ഷെ നമ്മൾ ഒരു റിലാക്സിങ് മോഡിലായിരിക്കണം. പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും നടന്നൊക്കെ വന്ന് ഉടനെ നോക്കിക്കഴിഞ്ഞാൽ പൾസ് റേറ്റ് സ്വാഭാവികമായിട്ടും കൂടും. നമ്മൾ വിശ്രമിക്കുന്ന സമയമാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ പൾസ് 70, 80, 70ൻ്റെയും 80ൻ്റെയും ഇടയിലായിരിക്കും മുതിർന്ന ആളുകളുടെ. കുട്ടികളുടേത് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ കുട്ടികളിലൊക്കെ ഈ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി കുറയും. ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസിലേക്ക് ഫിറ്റിംഗ് ആയിട്ടുള്ള ഫിംഗർ ആയിരിക്കണം. ചെറിയ ഫിംഗർ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പൾസിൽ വ്യത്യാസം ഉണ്ടാകും. അത് നമുക്ക് കാണിക്കാം. കുട്ടികളുടേത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സമയം എടുത്തിട്ട് നോക്കേണ്ടി വരും. ഇനീഷ്യലി വെക്കുന്ന സമയത്ത് വാല്യൂ കറക്റ്റായിട്ടല്ല കിട്ടുക. അപ്പോൾ ഇതിൽ പൾസ് റേറ്റ് 67, 70 ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പൾസ് എണ്ണി നോക്കിയാൽ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഇപ്പോൾ വേവ് ഫോം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 84 പൾസ് റേറ്റ് കാണിക്കുന്നത്, 96 സാച്ചുറേഷൻ. കുറച്ച് സമയം എടുത്തിട്ട് മാക്സിമം വാല്യൂ എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കണം. കൈ അനക്കാതെ വെച്ചിട്ട് തൊണ്ണൂറ്റിയെട്ട് വരെ സാച്ചുറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടുന്നത് നമുക്ക് എടുക്കാൻ പറ്റും ആ വേവ് ഫോം കറക്റ്റായി നിൽക്കുന്ന സമയത്ത്. വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മുടെ സാധാരണ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ്റെ അളവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ICUകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം പൾസ് ഓക്സിമീറ്ററാണിത്. ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന പ്രോബ് വേറെ ഒരു ടൈപ്പാണ്. നമ്മൾ കുടുക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഈ ചുമപ്പ് ലൈറ്റ് കത്തുന്ന ഭാഗവും അതിൻ്റെ ഓപ്പോസിറ്റും. ചുമപ്പ് ലൈറ്റ് കത്തുന്ന ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. ആ ലൈറ്റ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയി ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ അത് സെൻസ് ചെയ്യും.
അത് റീഡ് ചെയ്യുന്ന മോണിറ്ററാണിത്. ഇതിൽ ഈ വേവ് ഫോം കാണാം, കൃത്യമായിട്ടുള്ള ഒരു സോ ടൂത്ത് ഷേപ്പ്ഡ് ആയിട്ടുള്ള വേവ് ഫോമാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് 144, സാച്ചുറേഷൻ 93. ഇത് ചെറിയ കുട്ടിയാണ്, ജനിച്ച ഉടനെയുള്ള കുട്ടിയാണ്. ഇത് നോർമലാണ് ഈ കുട്ടിക്ക്. പിന്നെ ഇതിൽ വ്യത്യസ്ത ഫങ്ഷൻസ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ECG ലീഡ് കണക്ട് ചെയ്താൽ ECG ഇവിടെ കിട്ടും. അതേപോലെ കുട്ടിയുടെ ശ്വാസം എടുക്കുന്ന സ്പീഡ് അളക്കുന്ന റെസ്പിറേറ്ററി റേറ്റൊക്കെ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണിറ്ററുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.